ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദ്വിതീയ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായമാണ് ഇനി പറയാൻ പോകുന്നത്. ചതുശ്ലോകി ഭാഗവതം. കഴിഞ്ഞ സപ്താഹങ്ങളിലുമൊക്കെ നമുക്ക് കഥകൾ പറഞ്ഞു തന്നതായിട്ടുള്ള ഷൊർണൂർ താമസിക്കുന്ന സുശീല അമ്മയാണ് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ഗുരുസ്മരണയായിട്ട് നടത്തുന്ന ഈ ഭാഗവത നവാഹ യജ്ഞത്തിന്റെ 4ാം പ്രഭാഷണത്തിനായിക്കൊണ്ട് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീട് നമസ്കരിച്ച് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്ത ഭാഗവതത്തിന് ബ്രഹ്മാവ് ശുഗമഹർഷിക്ക് പറഞ്ഞു, ശുഗമഹർഷി അത് പരീക്ഷിത് മഹാരാജനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ദ്വിതീയ സ്കന്ധത്തിലെ 9ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൂടാതെ ഭാഗവതത്തിന്റെ ബീജം ആണ് ചതുശ്ലോകി ഭാഗവതം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. ആ ചതുശ്ലോകി ഭാഗവതം ഈ ദ്വിതീയ സ്കന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത്ര തരത്തില്, എനിക്ക് മനസ്സിലായ തരത്തില് ഞാനത് പറയാം. ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന മനുഷ്യ ജീവിതത്തിനെ ആന്തരികമായ ഇതിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഉണർവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രീ വേദവ്യാസനാണ് മഹാഭാഗവതം എഴുതിയത്. വേദവ്യാസ മഹർഷിക്ക് കുറെ പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പുരാണങ്ങളൊക്കെ എഴുതിയിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി വന്നില്ല. അപ്പോ ശ്രീനാരദ മഹർഷി ഒരു പ്രാവശ്യം വ്യാസ മഹർഷിയെ കണ്ടു ചോദിച്ചു, എന്താ വിഷമിച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോ വേദവ്യാസ മഹർഷി പറഞ്ഞു, ഞാൻ കുറെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയെങ്കിലും എനിക്ക് മനസ്സിനൊരു സംതൃപ്തി വന്നിട്ടില്ല, അതിനെന്താ വഴിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയല്ലോ, ഭഗവാനെ കുറിച്ച് അങ്ങ് ഇതുവരെ ഒരു ഗ്രന്ഥവും എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങക്ക് മനസ്സിന് സംതൃപ്തി കിട്ടാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഭഗവാനെ സ്മരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം മനുഷ്യരാജിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് രചിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീ വേദവ്യാസ മഹർഷി നാരദ മഹർഷിയുടെ അത് അനുസരിച്ചാണ് ഈ ഭാഗവതം രചിച്ചതെന്നാണ് പറയുന്നത്. പരമാത്മാവിന് പഞ്ചഭൂതങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. അവയാൽ നിർമ്മിക്കപ്പെട്ട ശരീരം മായ കൊണ്ട് തോന്നുന്നതല്ലാതെ ഒരു ബന്ധവുമില്ല. മായയ്ക്ക് 3 ഗുണങ്ങളുണ്ട്: രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. രജോ ഗുണം കൊണ്ട് സത്വം, രജസ്, തമസ് എന്നിവ 3 ഗുണങ്ങളാണ്. മായയുടെ ഒരു ഇതിൽ നമ്മൾ അടിയപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിനെ പറ്റിയിട്ടോ ഭർത്താവ്, ഭാര്യ, മക്കള് അങ്ങനെയുള്ള അവരുമായിട്ടുള്ള കടപ്പാടുകളെ കൊണ്ടോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷമം തോന്നുന്നതോ എല്ലാം മായ കൊണ്ടാണ്. പക്ഷെ നമ്മൾ മായ കൊണ്ട് തന്നെയാണ് നമ്മൾ അഹങ്കരിക്കേണ്ടതും എല്ലാം. ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മക്കള്, എൻ്റെ സ്വത്ത് എന്നെല്ലാം പറഞ്ഞ് അഹങ്കരിക്കണതും അതുകൊണ്ടാണ്. പക്ഷെ അഹങ്കാരം നന്നല്ലെന്ന് എല്ലാവർക്കും അറിയാം. അഹങ്കാരം കൊണ്ട് യാതൊന്നും നമുക്ക് നേടാനില്ല. നമ്മളിൽ തന്നെ അന്തർലീനമായി കിടക്കുന്ന ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നിടത്തോളം കാലം ഈ അഹങ്കാരം കൊണ്ടൊക്കെ എന്താ ഉള്ളത്? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ സ്വത്ത് കവർക്കുക, അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ആയിരിക്കാം, നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്നവരുണ്ട് ഈ ലോകത്ത്. പക്ഷെ അതുകൊണ്ടൊക്കെ അവർക്കൊരു സംതൃപ്തി കിട്ടുന്നുണ്ടോ? ഇല്ല. തൽക്കാലത്തെ സംതൃപ്തി മാത്രമേ കിട്ടുന്നുള്ളൂ. സത്വഗുണത്തിൽ നിന്ന് മനസ്സും, രജോ ഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, തമോ ഗുണത്തിൽ നിന്ന് ശരീരവും ഉണ്ടാകണം.
സ്വപ്നം കാണുന്നവന് സ്വപ്നം കഴിഞ്ഞ് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊന്നും കാണാനില്ല. സ്വപ്നത്തിൽ കണ്ട ഒന്നും നമുക്ക് തോന്നാറില്ല. സ്വപ്ന പദാർത്ഥങ്ങള് സത്യങ്ങളല്ല. ജീവൻ സത്യസ്വരൂപനാണ്. ആത്മസ്വരൂപനായ ഭഗവാനെ അറിഞ്ഞാൽ മായയാൽ ഉണ്ടാകുന്ന കൽപ്പിതങ്ങളായ എല്ലാ അഹങ്കാരങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് നശിച്ചു പോകും. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ നിന്നും നമ്മളിൽ ഓരോ വ്യക്തിയിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നുണ്ടെന്നും അറിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് യാതൊരു തോന്നുകയില്ല. ലോകത്തിലെ സകല വസ്തുക്കളെയും സമമായി കാണാനും മിത്രമെന്നോ ശത്രുവെന്നോ വേർതിരിച്ച് കാണാതെ എല്ലാവരെയും സ്നേഹിക്കാനും നമുക്ക് കഴിയണം. നമ്മളിൽ അടുപ്പം ദൈനംദിന ജീവിതത്തിലെ ആത്മനിയന്ത്രണം പാലിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നിലും ആശ വെക്കാതെ സദാസമയവും ഭഗവാനെ സ്മരിക്കുക. അദ്ദേഹത്തിന്റെ കേശാദിപാദം പാദാദികേശം ഒക്കെ സ്മരിച്ച് അദ്ദേഹത്തിന്റെ തിരുനാമങ്ങൾ ജപിച്ച് ജീവിക്കണം. ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടക്കാൻ പറ്റണം. ദേഷ്യം വരും, സ്നേഹം വരും, കാമങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മറന്ന് അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാൻ ഭഗവത് സ്മരണ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്റെ ശരീരത്തിൽ ഞാൻ അഹങ്കരിക്കണു, എനിക്ക് ഞാൻ ആരാണ് എന്നുള്ള ആ വലിയവനാണ്, മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്നുള്ള ബോധമൊന്നും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മള് ഭഗവാനിൽ നിന്ന് വിശിഷ്ടമായിട്ട് യാതൊന്നും നമ്മളുടെ മനസ്സിലോ രൂപത്തിലോ ഈ ലോകത്തിലോ ഇല്ല. ആഴ്ചയിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കി അരി കൊണ്ടോ അല്ലെങ്കിൽ മധുരം കൂട്ടി ഭഗവാന് നേദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവതിക്ക് പിന്നെ പായസം വെക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്നും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സുഖസൗകര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അതൊന്നുമല്ല. അതെല്ലാം ബാക്കിയൊക്കെ ദൈവം ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളൊരു വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും എന്നാണ് വിചാരം. ജീവിതത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ നമ്മളിൽ മാറണമെങ്കിൽ സാക്ഷാൽ ഭഗവാനെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ കരുണയിൽ നമ്മൾ ജീവിക്കുക. എല്ലാറ്റിലും പരമാണുവിനെ നമ്മൾക്ക് ദർശിക്കാൻ കഴിയണം. എന്നാൽ നമ്മൾ ഒരു നാമം ജപിക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കാനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് തുടങ്ങുമ്പോഴൊക്കെ ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാമം ജപിക്കാനോ അദ്ദേഹത്തിനെ രൂപം കാണാനോ കഴിക്കും. പക്ഷെ കാലക്രമേണ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നാമം ജപിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മനസ്സ് ചിന്ത വിട്ടുപോകും, ഭഗവാനിൽ നിന്ന് അകന്നു പോകും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ചിന്തകള് പിന്നെ മറന്ന് നമ്മൾ ഭഗവാനിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ചാൽ ഭഗവാൻ നമ്മളിൽ അനുഗ്രഹിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് നമുക്കതിന് സാധിക്കും. പിന്നെ പരിപൂർണമായിട്ടുള്ള സന്തോഷവും എല്ലാം നമ്മൾ തന്നെയാണ് അടങ്ങിയിരിക്കണമെങ്കിൽ ലോകത്താണ് നിൽക്കുന്നത്. അതൊന്നും അല്ല. നമ്മുടെ ബാഹ്യലോകത്തല്ല ഇതൊന്നും. നമ്മുടെ മനസ്സിനകത്ത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണോ നമ്മൾക്ക് പിന്നെ ആഗ്രഹിച്ച് നടക്കാൻ പോകുന്നത്, അതെല്ലാം നമ്മുടെ മനസ്സിലാണ്. നമ്മളുടെ മനസ്സാണ് നമ്മുടെ ദുഃഖ ചിന്തകളെയും വിഷമങ്ങളെയും ഇതാക്കുന്നത്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്കത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പറ്റില്ല, അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ചു നോക്കൂ, നമ്മൾക്കത് ചെയ്യാൻ കഴിയും. ഇന്ന് ഭഗവാനെ നാമം ജപിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്, അദ്ദേഹത്തിന് ജപിക്കാൻ പറ്റില്ല തോന്നുകയാണ്, പറ്റില്ല എന്നുള്ളത് നമ്മൾ തോന്നിയാൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം പോകും. ഭഗവാൻ നമ്മുടെ മനസ്സാണ് നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ നിയന്ത്രിക്കണത്. ദുഃഖം
സുഖവും എല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് നേടുന്നതാണെന്നാണ് പറയുന്നത്. ഭക്തി രഹസ്യത്തിനെ ഉപദേശിക്കാൻ വേണ്ടി ബ്രഹ്മാവ്, ആദിദേവനായ ബ്രഹ്മാവ് താൻ ഇരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നത്, ബ്രഹ്മാവ് ഇരിക്കുന്നത് ഭഗവാന്റെ നാഭിയിലുള്ള താമരപ്പൂവിനുള്ളിലാണല്ലോ. ആ താമരപ്പൂവിനുള്ളിൽ ഇരിക്കുമ്പോ എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യരാശിക്ക് നന്മ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് നോക്കുമ്പോ ആരും കാണാനില്ല, ബ്രഹ്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബ്രഹ്മാവ് ആ താനിരിക്കുന്ന താമരത്തണ്ടിന്റെ ഉള്ളിൽ കൂടി താഴോട്ട് ഇറങ്ങി വന്ന് അവിടെയൊക്കെ നോക്കിയപ്പോ ഒന്നും അദ്ദേഹത്തിന് ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ വീണ്ടും തിരിച്ച് താമരപ്പൂ തന്നെ പോയിരുന്നു. അങ്ങനെ താമരപ്പൂ തന്നെ പോയിരുന്ന് ഇനി എന്ത് ചെയ്യണം എന്നുള്ള വിഷാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തവ തവ എന്ന് പറഞ്ഞുള്ള ശബ്ദം 2 പ്രാവശ്യം ബ്രഹ്മാവ് കേട്ടു. ബ്രഹ്മാവിന് മനസ്സിലായില്ല ഈ തപ തപ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും ആരാണ് ഇത് പറയുന്നത് എന്നും. തപ തപ എന്ന് പറയുന്നത് തപസ് ചെയ്യാനാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം അപ്പൊ ആര് പറഞ്ഞതാണെന്ന് അറിയാൻ വേണ്ടി 4 പുറവും തിരിഞ്ഞു നോക്കി. ആദ്യം ബ്രഹ്മാവിന് ഒരു ശിരസ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയണത്. ഇത് അന്വേഷിച്ചു വേണ്ടി അദ്ദേഹം 4 പുറവും തിരിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് 4 മുഖം ഉണ്ടായി. ആ അശരീരി വാക്ക് കേട്ടതിന്റെ അനുസരിച്ച് അത് ഭഗവാനാണ് പറഞ്ഞതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം 1000 സംവത്സരം ഇന്ദ്രിയങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ മറന്ന് ഭഗവാനെ തപസ് ചെയ്തു. ബ്രഹ്മാവിന്റെ ആ തപസ്സിൽ സന്തുഷ്ടനായി ഭഗവാൻ ബ്രഹ്മാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ബ്രഹ്മാവിന് ഇതൊന്നും ഇല്ലാതായതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠ ലോകം കാണിച്ചു കൊടുത്തു. ആ വൈകുണ്ഠത്തിലാണെങ്കിലോ രജസ് തമസ് എന്നീ യാതൊരു ദോഷങ്ങളും ഇല്ല. അവിടെ സത്വഗുണം മാത്രമേ ഉള്ളൂ. അവിടെ ദേവന്മാരാലും അസുരന്മാരാലും ഒക്കെ ആരാധിക്കപ്പെടുന്ന വിഷ്ണു പാർഷദന്മാര് പീതാംബരധാരികളായി, ശംഖുചക്രഗദാപത്മധാരികളായി, രത്ന ആഭരണങ്ങളോടും രത്ന കിരീടങ്ങളോടും ശ്യാമവർണ്ണത്തോടു കൂടിയവരും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. മഹാത്മാക്കളെല്ലാം വൈകുണ്ഠത്തിലുണ്ടായിരുന്നു. അവരുടെ മണിമന്ദിരങ്ങളിൽ ശോഭിച്ചിരുന്ന വൈകുണ്ഠത്തില് സുന്ദരികളായ സ്ത്രീകള് ഭഗവത് സ്തുതികൾ പാടി നടന്നുകൊണ്ടിരുന്നു. മഹാലക്ഷ്മി അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചു പാടിയും സ്തുതിച്ചും കൊണ്ടിരുന്നിരുന്നു. പക്ഷികള് മഹാലക്ഷ്മിയെ സ്തുതിച്ചു. പക്ഷെ മഹാലക്ഷ്മി ഭഗവാന്റെ അടുത്ത് കിരീടം കീർത്തനങ്ങളെ പാടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ബ്രഹ്മാവ് കണ്ടത് എന്താണെന്നോ? വിഷ്ണു ഭഗവാനെയാണ് കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തപ തപ എന്ന് ഭഗവാൻ പറഞ്ഞതും ബ്രഹ്മാവിന് വൈകുണ്ഠം കാണിച്ചു കൊടുത്തതും. അവിടെ തോൾവളികള് കളിഞ്ഞ് കിരീടം ധരിച്ച് മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുക മഹാലക്ഷ്മിയെ വടിയിലിരുത്തി ചതുർഭുജങ്ങളിൽ ശംഖ ചക്രം ഗദാ പത്മം എന്നിവയോടുകൂടി മഹത്വത്വം അഹങ്കാരം എന്നീ 4 തത്വങ്ങളോട് കൂടിയുള്ളവനായിരുന്നു. കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ കർമ്മേന്ദ്രിയങ്ങളും കയ്യ് കാല് വായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ആകാശം ജലം അഗ്നി വായു ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെയും ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ ഉള്ള 5 വിഷയങ്ങളും 4 ഭാഗത്തു നിന്നും ഭഗവാനെ സേവിച്ചിരുന്നു. ഒരിക്കലും വിട്ടുപിരിയാത്ത ഐശ്വര്യം, ഗാംഭീര്യം, യശസ് എന്നിവ വൈരാഗ്യം എന്നീ 6 ശക്തികളോട് കൂടിയ സൗന്ദര്യമൂർത്തിയെ കണ്ട് ബ്രഹ്മാവ് കണ്ണുകളൊക്കെ ഈർന്നണിഞ്ഞു പോയി. കാരണം ഭഗവാൻ അത്രയും ബ്രഹ്മാവ് ഇതുവരെ ഭഗവാനെ കണ്ടിട്ടില്ലായിരിക്കാം. അദ്ദേഹം അവിടെ നിന്ന് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ആ ദിവ്യ രൂപ ദർശനത്തില് അദ്ദേഹം വല്ല ആനന്ദാശ്രുക്കളെ പൊഴിച്ചു.
പരമഭക്തന്മാരുടെ ചിത്തത്തിലും പ്രവൃത്തിയിലും ഒക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം ആ ഭഗവാന്റെ രൂപം കണ്ട് ബ്രഹ്മാവ് ആ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചു. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ഈ ഭഗവാനെ തപസ് ചെയ്തതെന്നും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് തന്നെ കാണാൻ വന്നതെന്നും അറിയാവുന്ന ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാന് ഭഗവാന്റെ കൈകളിൽ സ്പർശിച്ചു കൊണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു. ഭഗവാന്റെ കൈയിന്റെ സ്പർശം കിട്ടിയപ്പോ തന്നെ ബ്രഹ്മാവിനെല്ലാം ഓർമ്മ വന്നു. എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അതിനു മുമ്പ് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഈ 1000 കൊല്ലം തപസ് ചെയ്യാനൊക്കെ അദ്ദേഹം പോയത്. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി എന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഭഗവാൻ തപ എന്ന് പറഞ്ഞത് ഞാനാണ്. അങ്ങയോട് തപസ് ചെയ്യാൻ പറഞ്ഞതും അങ്ങ് അതിനെ കേട്ട് 1000 വർഷങ്ങള് തപസ് ചെയ്തല്ലോ. ഞാൻ ഭഗവാനാണ് ശരിക്കും ആദ്യം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ തപസ് കൊണ്ടാണ് സൃഷ്ടി നടത്തിയിരുന്നത്. ആദ്യം പ്രളയത്തിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചത്തിന് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തങ്ങൾക്ക് എന്താ വേണ്ടത്, എന്ത് വരാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചു ബ്രഹ്മാവിനോട്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഭഗവാൻ അറിയാം. അങ്ങേക്ക് അറിയാത്ത ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലോ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അങ്ങേക്ക് അറിയാം. എനിക്ക് അഹങ്കാരം തോന്നാതിരിക്കണം. അതുപോലെ പിന്നെ സ്വരൂപമില്ലാത്ത അങ്ങ് എട്ടുകാലി നൂല് കെട്ടിയിട്ട് ഒരു കൂട് വെച്ചിട്ട് അതിനകത്ത് ഇരിക്കില്ലേ, എട്ടുകാലി ആരും കാണൂല. അപ്പൊ ആ എട്ടുകാലിയെ പോലെയാണ് അങ്ങ് ഒരു ഇതിൽ മനസ്സിനകത്തിരുന്ന് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതെന്ന്. അതുകൊണ്ട് അമ്മയുടെ എല്ലാ ലീലകളെയും അതിലിരുന്നിട്ട് തന്നെ അങ്ങ് നടത്തുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം. അതുപോലെ പ്രപഞ്ച സൃഷ്ടി അങ്ങയുടെ ഇഷ്ടപ്രകാരം നടത്താൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. മോക്ഷത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഭഗവാനെ ഭജിക്കുന്ന ആൾക്കാരുണ്ട്. അവര് ഭഗവാനിൽ എല്ലാം അർപ്പിച്ച് അദ്ദേഹത്തിനെ മാത്രം വിശ്വസിച്ച് സർവദാ അദ്ദേഹത്തിന്റെ തിരുനാമങ്ങളും ജപിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ ഉണ്ടല്ലോ, അവര് ഉത്തമ ഭക്തന്മാരാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ധ്യാനിച്ച് കാര്യങ്ങൾ നടത്തുന്ന അവര് മധ്യമ ഭക്തന്മാര്. പക്ഷെ സ്വന്തം കാര്യം മാത്രം നടത്തി മറ്റുള്ളവർ എങ്ങനെയായാലും അവർക്കൊന്നുമില്ല, നമ്മുടെ കാര്യം നടക്കണം, അങ്ങനെ ചിന്തിക്കുന്നവര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അധമ ഭക്തന്മാരാണ്. ഈ 3 ഭക്തന്മാരെയും അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ സൃഷ്ടിക്കുന്ന സൃഷ്ടികള് എല്ലാം അങ്ങയെ സേവിക്കാനും അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനും സജ്ജനങ്ങളുമായിട്ടും തീരണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. അതുപോലെ സൃഷ്ടികർമ്മങ്ങൾ ഞാൻ ചെയ്യണു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഹങ്കാരങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പൊ ഭഗവാൻ ഒരു സംശയം ഉണ്ടായി ഇതൊക്കെ പറഞ്ഞപ്പോ. ബ്രഹ്മാവ് ഞാൻ എന്റെ എന്നൊക്കെ പറഞ്ഞ സൃഷ്ടി നടത്തുമ്പോ ബ്രഹ്മാവിന് അഹങ്കാരം ഉണ്ടാവും. ബ്രഹ്മാവ് അഹങ്കാരം ഉണ്ടാവരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഭഗവാൻ ഉണ്ടായി. അപ്പൊ ആ അങ്ങനൊരു അഹങ്കാരോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പിന്നെ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്ത ശ്ലോകമാണ് ചതുശ്ലോകി ഭാഗവതം. ഭാഗവതത്തിലെ തന്നെ ഏറ്റവും ബീജമാണെന്നാണ് പറയുന്നത്. ഭാഗവതത്തിന്റെ ബീജമാണ് ചതുശ്ലോകി ഭാഗവതം എന്നാണ്. ഏറ്റവും വിശിഷ്ടമായ ശ്ലോകമാണ് ചതുശ്ലോകി ഭാഗം എന്നുള്ള ഈ 4 ശ്ലോകങ്ങള്. അതിന്റെ അർത്ഥം എനിക്ക് പറയാൻ പറ്റില്ല, ആചാര്യന്മാർക്ക് പറയാൻ പറ്റുമായിരിക്കും. ഞാൻ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഭഗവാന്റെ സ്വരൂപം കർമ്മങ്ങളും ഗുണങ്ങളും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളത്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. കാരണം എന്റെ കേടുകൊണ്ടായിരിക്കാം. ശ്രീമദ് ഭാഗവത്തിന് ഈ ചതുശ്ലോകി ഭാഗവത്തിന് പറയുന്നുണ്ട് ഭഗവാൻ സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പ്രപഞ്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രളയത്തിലൊക്കെ ഇല്ലാണ്ടേ ശേഷിക്കുന്നതും ഭഗവാൻ മാത്രമാണ്. പ്രളയത്തിന്റെ മുമ്പിയും ഭഗവാൻ മാത്രമാണ്. ഈ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നതാണ് മായ. അപ്പോ ഉള്ളതിനെ
മറച്ച് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയുന്നതാണ് മായ. പഞ്ചഭൂതങ്ങള് നമ്മുടെ ശരീരങ്ങളിൽ പ്രവേശിക്കാണ്ട് തന്നെ അതുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ പ്രപഞ്ചം ഇല്ലെങ്കിലോ ആത്മാവിന് യാതൊരു ഹാനിയും സംഭവിക്കണില്ല. അങ്ങനെ ഞാനെന്ന ബോധം എല്ലാത്തിലും മുമ്പുള്ളത്, അവസാനം ശേഷിക്കുന്നതും ഈ ബോധമാണ്. സത്യമായിട്ടും അസത്യമായിട്ടും കാണുന്നതല്ല, അതല്ലാതെ മറ്റൊന്നുമില്ല. വ്യവഹാരത്തിന് മാത്രമാണ് പലതെന്നും തോന്നാറുള്ളത്. ഉള്ളിന്റെ ഉള്ളില് എല്ലാം ഒന്നാണ്, അതില്ല. അത് അതുകൊണ്ടാണ് മറ്റുള്ളവർ, നമ്മളെല്ലാവരും ഈ മനുഷ്യ ജീവിതത്തില് പ്രപഞ്ചത്തിലുള്ള മനുഷ്യരാശികളോ എല്ലാം ഒരേ ഇതാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം അവരുടെ ആൾക്കാരാണ്, നമ്മൾ അവരുടെ ആൾക്കാരാണെന്ന് തോന്നുമ്പോൾ അതാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വേദന വരും. കാരണം നമുക്ക് വിഷമം ഉണ്ടാവും. അതാ നമ്മുടെ മാനസികത്തിന്റെ ആ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒന്നായിട്ട് നമ്മൾ അനുഭവിക്കും, അതേസമയം തന്നെ പലതെന്ന് തോന്നിക്കുകയും ചെയ്യുന്നതാണ് മായ. വിറക് നമ്മൾ കത്തിക്കാൻ എടുക്കുമല്ലോ. വിറക് കത്തിക്കാൻ എടുക്കുന്ന സമയത്ത് വിറക് കൊണ്ടുവന്ന അടുപ്പിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചൂടുണ്ടാവില്ല. നേരെ മറിച്ച് അതൊന്ന് അടുപ്പിൽ വെച്ച് നോക്കി അത് കത്തിയാലോ അതിന് ചൂട് കാണും. അപ്പൊ അതുപോലെ എല്ലാ ഭൂതകാലങ്ങളിലും ഭഗവാനുണ്ട്. ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ ഒന്നും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആത്മതത്വം അറിയാൻ കഴിയുന്ന എല്ലായ്പ്പോഴും ആത്മതത്വം അറിയാൻ കഴിയുന്നവർ മാറ്റമില്ലാതെ ഉള്ളത് എന്തെന്ന് മാത്രം ചിന്തിക്കണം. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും മനസ്സിനെ സ്വാധീനിക്കുന്നുവെങ്കിൽ അതിലെവിടെയോ ഭഗവാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഭഗവാനില്ലാതെ യാതൊന്നും ഇല്ല എന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഭഗവാൻ ആരാന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ആൾക്കാരുണ്ടാവും. ഈ മാർഗം പ്രേമഭക്തിയോടെ പിന്തുടർന്ന് അവർ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെ ഭഗവാനെ മാത്രം ആലോചിക്കും. ബ്രഹ്മദേവന് ഇങ്ങനെയുള്ള ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. ഭഗവാൻ മറഞ്ഞ ദിക്കിലേക്ക് നോക്കി ബ്രഹ്മാവ് നമസ്കരിച്ച ശേഷം കഴിഞ്ഞ കൽപ്പത്തിൽ എന്ന പോലെ തന്നെ സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ തുടങ്ങി. യമനിയമം അനുസരിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനോട് പുത്രനും പരമഭക്തനുമായ നാരദ മഹർഷി ഭഗവാന്റെ മായാസ്വരൂപത്തിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്ന് അറിയിച്ചു. സൃഷ്ടിയിലൂടെ ആരംഭത്തിൽ ഭഗവാൻ ഉപദേശിച്ചതും സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ അനന്തരങ്ങൾ ഈശാനകഥ നിരോധം മുക്തി ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ശ്രീമദ് ഭാഗവതം. 10 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മഹാപുരാണം എന്ന് പറയുന്നു. 5 ലക്ഷണങ്ങളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പുരാണം എന്ന് മാത്രമേ പറയൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടത്. ഈ ഭാഗവതത്തിനെ ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. നാരദ മഹർഷി ആ ഭാഗവതത്തിനെ സരസ്വതി നദീതീരത്തിൽ വേദവ്യാസ മഹർഷി തപസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞല്ലോ. വേദവ്യാസ മഹർഷിയോട് നാരദ മഹർഷി പറഞ്ഞിട്ടാണ് ഭാഗവതം രചിച്ചിരുന്നത്. ആ പറയുന്നത് വേണ്ടിയിട്ട് സരസ്വതി നദീതീരത്ത് വേദവ്യാസ മഹർഷിയുടെ അടുത്ത് ചെന്ന് ഈ ഭാഗവതത്തിനെ വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. വേദവ്യാസ മഹർഷിയാട്ടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങളും 13 സ്കന്ധങ്ങളും വേണ്ടി രചിച്ചു. സ്വർണ്ണാഭരണങ്ങളിലൊക്കെ നമ്മൾ സ്വർണം കാണും. പക്ഷെ ഒരു സ്വർണം ഉരുക്കി അത് മോതിരാക്കി അത് മോതിരാണെന്ന് പറയും, സ്വർണം എന്ന് പറയാറില്ല. അതുപോലെ കമ്മലുണ്ടാക്കിയ കമ്മല് എന്ന് പറയാറില്ല, അത് അല്ല സ്വർണം എന്ന് പറയാറില്ല കമ്മൽ, പക്ഷെ അത് സ്വർണ്ണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഭഗവാനാണ്. സകല ചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് ആത്മതത്വം. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈശ്വരൻ. നട്ടുച്ചയ്ക്ക് സൂര്യനെ കാർമേഘം വന്ന് മറയണത് പോലെ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭഗവാനെ ഒരു കാർമേഘം വന്ന് മറയുന്നതാ. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ മനസ്സിനോടും തോന്നുന്നതാണ്. അതില്ലാതെ ആ മായയുടെ ആവരണം ഇല്ലാതെ നമ്മൾ ഭഗവാനെ ദർശിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്നും ഭഗവാൻ തെളിഞ്ഞു കാണും. ഇത് ധ്രുവന്റെ മുത്തശ്ശൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വയംഭവ മനുപ്രഭു ധ്രുവനോട് ഇത് തന്നെയാണ് പറഞ്ഞത്. സ്വന്തം മനസ്സിൽ ഭഗവാനെ വിശ്വസിച്ച് അദ്ദേഹത്തിന് ഒരു ആവരണം കൂടാതെ ഭഗവാനെ മാത്രം സങ്കല്പിച്ച് നാമം ജപിക്കണം.
അങ്ങനെയാണ് ധ്രുവന് സ്വയംഭൂമന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് ശിവന്റെ പിൻവിളക്കില് കിലാവിളക്കൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ ശിവന്റെ അമ്പലത്തിൽ പോയാല്. പിൻവിളക്ക് വിശേഷമാണ് ശിവൻ എന്ന് പറയാ. ആ പിൻവിളക്കില് ഒരു തിരി കത്തിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ആ വിളക്കിന്റെ 4 പുറമുള്ള അതിൽ കൂടെ ഓരോ തിരികളായിട്ട് നമുക്ക് തോന്നാം. അതെന്താ? ആ പ്രതിബിംബം, വിളക്കിന്റെ പ്രതിബിംബമാണ് നമുക്ക് കാണുന്നത്. അതായത് അതുപോലെ ഭഗവാനെ നമുക്ക് പല രൂപത്തിലും കാണാൻ കഴിയും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സ് പറഞ്ഞു കൊടുക്കാം. നിസ്സാരമായ ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അതിനുള്ളതല്ല നമ്മുടെ ശരീരം. മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടും ഭഗവത് സ്മരണയ്ക്ക് വേണ്ടിയിട്ടുമാണെന്നുള്ളത് വിചാരിക്കും. ആഹാരം, നിഹാരം, നിദ്ര, മൈഥുനം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഒഴിവാക്കി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കി ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കാം. അതാണ് തപസ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഓരോന്ന് കണ്ണു കാണുക, മനസ്സിന് നമുക്ക് പലതും തോന്നാം. ഇന്ദ്രിയങ്ങൾ ഉണ്ടാകും നമുക്ക്. ആ ഇന്ദ്രിയ വൃത്തിയൊന്നും നിർത്താൻ ഇത് വേണ്ട. അതെല്ലാം ഒഴിവാക്കി ഭഗവാന്റെ സ്വരൂപത്തിന് ധ്യാനിച്ച് അതാണ് തപസ്. തപസ് കൊണ്ട് തന്നെ നമ്മുടെ അന്ധകരണം ശുദ്ധമാവും. ഭക്തനായ ഭഗവാൻ, ഭഗവത് ഭക്തന്മാരെ എപ്പോഴും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ ഭക്തന്മാർ വിളിക്കേണ്ട മാതിരി വിളിക്കണം. അതാരും ചെയ്യാറില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. പക്ഷെ എങ്കിലും നമ്മൾ ഒരു രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചാല് ആ രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്നാണ്, നമ്മളിൽ ദൃഢമായി വരും എന്നുള്ളതാണ് പറയുന്നത്. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ആളാണെന്നോ ആരാണെന്നോ പറഞ്ഞു കൊടുത്തത് ആരാണെന്നോ എനിക്കറിയില്ല. ഒരു ഭക്തൻ ഗുരുവായൂർ അമ്പലത്തിൽ പ്രദർശനം വെക്കുന്ന സമയത്ത് ശിവേലി കഴിഞ്ഞിട്ട് തിടമ്പ് അകത്തേക്ക് കിടത്തുമായിരുന്നു. ആ സമയത്ത് തിടമ്പ് കൊണ്ടില്ല, അകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഭക്തൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ ഭക്തനോട് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു എരുമയുടെ രൂപത്തിലാണ് ഭഗവാൻ എന്ന്. അപ്പൊ ആ ഭക്തൻ എരുമ രൂപത്തിലാണ് ഭഗവാനെ ധ്യാനിച്ചിരുന്നത്. അപ്പൊ ഈ ശിവേലി കഴിഞ്ഞിട്ട് ഈ തിടമ്പ് അകത്തേക്ക് കിടക്കുന്ന സമയത്ത് ഈ ഭക്തൻ പറഞ്ഞു, ചെരിച്ച് കടത്തി നോക്കൂ, കൊമ്പ് തടഞ്ഞിട്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഈ കീഴ്ശാന്തി ചെരിച്ച് കടത്തിയപ്പോ ഭഗവാന്റെ വിഗ്രഹം കൊള്ളും, ഭഗവാന് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഏത് രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിക്കണത് ആ രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. അതാണ് നമ്മൾക്ക് നിത്യമായിട്ട് ബ്രഹ്മാനന്ദം കിട്ടണം. അതാണ് ഭക്തവത്സലനായ ഭഗവാൻ നിരാകാര സ്വരൂപനാണെങ്കിലും തന്റെ ഭക്തന്മാരുടെ മുമ്പിൽ ഉപാസന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് പറയുന്നത്. അവരുടെ അഭീഷ്ടങ്ങള് ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ്. ഈ കലിയുഗത്തില് സർവോത്കൃഷ്ടമായ ബന്ധം തിരുനാമ ജപം തന്നെയാണ്. ഭഗവാന്റെ നാമം ജപിക്കുക, അത് മാത്രമേ ഈ കലിയുഗത്തിൽ നമുക്ക് കരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. എല്ലാ ആചാര്യന്മാരും പറഞ്ഞു അവസാനം അത് തന്നെയാണ് പറയാറുള്ളത്. ഭഗവാന്റെ നാമം നമുക്ക് എപ്പോഴും ജപിക്കാം, ഏത് സമയത്തും ജപിക്കാം. അതിൽ യാതൊരു ഇല്ല. വിരാട പുരുഷനിൽ നിന്നും എങ്ങനെ രൂപങ്ങൾ ഉണ്ടായി എന്ന പരീക്ഷിത ചോദ്യത്തിന് ശ്രീ ശുക ബ്രഹ്മർഷി മറുപടി പറയാൻ ആരംഭിച്ചു. ഇത്രയാണ് ദ്വിതീയം 9 പറഞ്ഞിരിക്കണേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദ്വിതീയ സ്കന്ധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എളുപ്പമല്ല. അത് അതുപോലെ സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്തായാലും നല്ല അസലായിട്ടുള്ളൊരു പ്രഭാഷണം കഴിഞ്ഞ വർഷവും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇത്തവണയും അത് കൂടുതൽ ഉൾക്കൊള്ളുമ്പോഴാണ് എന്തൊക്കെയോ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്നൊരു മോഹം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? സ്വയം അറിയാൻ ശ്രമിക്കും. സ്വയം അറിഞ്ഞതാണ് പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് ഉറപ്പിക്കാനും അവർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും ഇത് ഈ ചതുശ്ലോകി ഭാഗവതം ഭംഗിയായിട്ടത് അതിൻ്റെ ആ രൂപം തുടക്കം മുതൽ ഇങ്ങോട്ട് ഭംഗിയായിട്ട് അവതരിച്ച് ചതുശ്ലോകിയെ കുറിച്ചുള്ളതും വേണ്ട പോലെ ഒരു മൂല്യവും നഷ്ടപ്പെടാത്ത രീതിയിൽ ഭംഗിയായിട്ട് അമ്മ നമുക്ക് അത് പറഞ്ഞു തന്നു. ഇനിയും അമ്മയ്ക്ക് ധാരാളം പ്രഭാഷണങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വായിക്കാനും ഒക്കെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് നമുക്ക്
ആത്മാർത്ഥമായിട്ട് ഇപ്പോ ഗുരുവായൂരപ്പന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം.